ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാട്. നക്ഷത്രത്തിലക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം ഈ വെള്ളി ആഭരണങ്ങൾ. ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. പ്ലാറ്റിനം പോലെ സിൽവർ. കനോലി കനാലിലെ ആഴം കൂട്ടുന്നതിനായി കനാലിൽ നിന്നും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചെടുത്ത മണ്ണ് ശക്തമായ മഴയിൽ കനാലിലേക്ക് ഒലിച്ചിറങ്ങി. അധികൃതരുടെ പിടിപ്പുകേടാണ് ഇതിന് കാരണമെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തി. മാസങ്ങൾക്ക് മുൻപ് കനോലി കനാലിൽ നിന്നെടുത്ത മണ്ണ് കനാൽ തീരത്തും തൊട്ടടുത്ത റോഡരികിലുമാണ് വൻതോതിൽ നിക്ഷേപിച്ചിരുന്നത്. എന്നാൽ ഈ മണ്ണ് ഇവിടെ നിന്നും നീക്കം ചെയ്തിരുന്നില്ല. ഇതാണ് മണ്ണ് കനാലിലേക്ക് തന്നെ ഒലിച്ചിറങ്ങാൻ പ്രധാന കാരണമായത്. കൂടാതെ പലയിടത്തും നിക്ഷേപിച്ച മണ്ണ് സാമൂഹ്യവിരുദ്ധർ കടത്തിക്കൊണ്ടുപോയതായും ആരോപണമുണ്ട്. കനോലി കനാലിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നതിനായി ഇറിഗേഷൻ വകുപ്പാണ് കനാലിൽ നിന്ന് വൻതോതിൽ മണ്ണെടുത്തത്. ഈ മണ്ണ് ചാവക്കാട് ആശുപത്രി കടവ് പാലം പരിസരത്തെ കനോലി കനാലിന്റെ തീരങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്തു. കരയിൽ നിക്ഷേപിച്ച മണ്ണ് ഇവിടെ നിന്നും നീക്കം ചെയ്യാതിരുന്നതോടെ മഴയിൽ കനോലി കനാലിലേക്ക് തന്നെ ഒലിച്ചിറങ്ങി. ഇതുമൂലം കനാലിന്റെ പല ഭാഗങ്ങളിലും വലിയ മണൽത്തിട്ടകൾ രൂപപ്പെട്ട നിലയിലാണ്. കനോലി കനാലിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഈ പ്രവൃത്തി ഖജനാവിലെ പണം പാഴാക്കുന്ന തലത്തിലേക്കാണ് എത്തിയതെന്ന് മൈനോറിറ്റി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KH ഷാഹുൽ ഹമീദ് പറഞ്ഞു. വളരെ ഗുരുതരമായ കൃത്യവിലോപമാണ് കനോലി കനാൽ ആഴം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മണൽ കോരിയിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കോരിയിട്ട മണൽ മാസങ്ങളോളമായി ഇവിടെ വേനൽക്കാലത്ത് കിടന്ന് വെള്ളത്തോടുകൂടി കോരിയിടുന്ന മണൽ ഉണങ്ങുന്ന മുറയ്ക്ക് കനോലി കനാലിലേക്ക് തന്നെ ഇറങ്ങിപ്പോയി. അതിനുശേഷം ഇപ്പോൾ മഴ വന്നതോടുകൂടി ബാക്കി മണലും കൂടി കുത്തിയൊലിച്ച് വീണ്ടും കനോലി കനാലിലേക്ക് തന്നെ ആ മണൽ ഇറങ്ങി ആഴം വർദ്ധിപ്പിക്കുക എന്ന ആ സതുദ്ദേശം ഖജനാവിലെ പണം പാഴാക്കുക എന്നുള്ള ഒരു തലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏറ്റവും വളരെ അത്ഭുതകരമായ അല്ലെങ്കിൽ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള MLA നഗരസഭാ ചെയർമാനാകാൻ വേണ്ടി പ്രതിനിധാനം ചെയ്ത വാർഡിൻ്റെ ഭാഗമാണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ അത്ഭുതകരമായൊരു കാര്യമാണ്. അത് അധികൃതരുടെ കുറ്റകരമായ അനാസ്ഥയും കൂടിയാണ്. ഇത് സർക്കാരിന്റെ ഗുരുതരമായ വീഴ്ചയാണെന്നും അധികൃതരുടെ കുറ്റകരമായ അനാസ്ഥയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം കനോലി കനാൽ തീരത്ത് കൂട്ടിയിട്ട മണ്ണ് അടുത്ത ദിവസം തന്നെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ അറിയിച്ചു. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആളൂക്കാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര, എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ, അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ആളൂക്കാരൻ ജ്വല്ലറി, മുതുവട്ടൂർ, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി, ഒരുമനയൂർ. 916 BIS ഹോൾമാർക്ക് ഗോൾഡ് and 925 sterling silver ornaments. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.